السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഭാഗമായി ഞാമേവരും ഇവിടെ വിളിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരാർ പാലനം എന്ന വിഷയത്തെ അധിഷ്ഠിതമായി കുറച്ച് കാര്യങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര ജീവിതം നൽകുന്ന പാഠങ്ങളിലൊന്നാണ് അവിടുത്തെ ചരിത്ര ജീവിതം, അവിടുത്തെ കരാർ പാലനം. കരാറുകൾ അതിന്റെ പാലനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പല്ലും നഖവും ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ആദർശത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും എതിർക്കുകയും ചെയ്ത ശത്രുക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ശത്രുവായിരിക്കെ അബൂ സുഫിയാനോട് അനികൾ ചക്രവർത്തി ചോദിച്ച ചോദ്യം ചരിത്രത്തിൽ പ്രസിദ്ധം. കളവ് എന്ന് തോന്നിപ്പിക്കുന്നതെങ്കിലും മുഹമ്മദ് നബി പറഞ്ഞിരുന്നു. അപ്പോൾ അബൂ സുഫിയാൻ മറുപടി ഇല്ലെന്നായിരുന്നു. മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ തന്നെയും അനുയായികളെയും വധിക്കാൻ ശ്രമിച്ച ഘട്ടത്തിലായിരുന്നു മദീന പലായനം. ആദർശപരമായി തങ്ങൾക്കെതിരായ കാലത്തും ശത്രുക്കൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തതയിൽ അശേഷം സന്ദേഹമുണ്ടായിരുന്നില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന വിട്ട് പാലായനം ചെയ്തപ്പോൾ മക്കക്കാർ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുകൾ ഉടമസ്ഥരെ തിരിച്ചേൽപ്പിക്കാൻ അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി വീട് വിട്ടിറങ്ങുന്നത്. സത്യദീപത്തെ, സത്യദർശനത്തെ ആദർശപരമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അവർ അക്രമത്തിന് വഴി തെരഞ്ഞെടുത്തു. അപ്പോൾ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യത്തിന്റെ ശത്രുക്കൾക്ക് വിശ്വാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും മദീനയിലേക്ക് വഴി തെളിച്ചത് തന്നെ അഖബ ഉടമ്പടികളായിരുന്നല്ലോ. മക്കക്കാർ ഊതിയണക്കാൻ ശ്രമിക്കുന്ന ഈ സത്യദീപത്തെ നിങ്ങൾ പരീക്ഷിക്കുമെന്ന് മദീനക്കാർ മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരാർ ചെയ്തു. 2 വർഷങ്ങളിൽ നടന്ന ഈ പ്രസ്തുത കരാറുകൾ ഒന്നാം അഖബ, രണ്ടാം അഖബ എന്നിവരിൽ ചരിത്രത്തിൽ പ്രസിദ്ധം. വളരെ ശ്രദ്ധേയങ്ങളായ കരാറുകൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലരുമായി നടത്തിയിട്ടുണ്ട്. മദീന ചാർട്ടർ, ഹുദൈബിയ സന്ധി, ഹിജ്റാനിലെ ക്രിസ്ത്യാനികളോടും ഖൈബറിലെ യഹൂദരോടും ചെയ്ത കരാറുകൾ ശ്രദ്ധേയമാണ്. മദീന എന്ന പൊതുവായ രാഷ്ട്രത്തിന്റെ പൊതുവായ വിജയം ഈ കരാറുകളിലൂടെയാണ് നിരീക്ഷിക്കാം. കരാർ പാലനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും പുലർത്തിയ സത്യസന്ധതയും ആത്മാർത്ഥതയും ചരിത്രത്തിലെ അനുകരണീയ രാഷ്ട്രീയ മാതൃകകളായി ഇന്നും നിലകൊള്ളുന്നു. ക്രിസ്തുവർഷം 622 ഒപ്പുവെച്ച മദീനക്കാർക്ക് മൊത്തം ബാധകമായ മദീന ചട്ടം അതിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തി ഇന്നും ചരിത്രത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അഭയാർത്ഥികളുടെ പുനരധിവാസവും ഗോത്രവർഗങ്ങളുടെ ഏകീകരണവും മദീനയിൽ ഒരു നവസാമൂഹിക അന്തരീക്ഷം മാറി വന്ന പരിസ്ഥിതിയെ കൂടി ഉൾക്കൊള്ളും വിധം കൊണ്ട് മാത്രമേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ.
മദീന പോലുള്ള ബഹുസ്വരമായ ഒരു ഭൂമികയിൽ അത്തരമൊരു പെരുമാറ്റ രേഖ സുപ്രധാനമാണല്ലോ. മദീനയുടെ വികസനമായ സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതികൾ ഉൾക്കൊള്ളും വിധം രൂപകൽപ്പന ചെയ്തതാണ് മദീന ചാർട്ടർ. 5 ഉപഖണ്ഡികൾ ഉൾപ്പെടെ 52 ഖണ്ഡികൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. അതിൽ 37ാം ഖണ്ഡി ഇപ്രകാരമാണ് പറയുന്നത്: മുസ്ലിങ്ങളും യഹൂദരും അവരവരുടെ ചെലവുകൾ, സാമ്പത്തിക ചെലവുകൾ സ്വയം വഹിക്കുകയും ഏതെങ്കിലും വിഭാഗത്തെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇരു വിഭാഗം ഒരു സഖ്യസേനയായിക്കൊണ്ട് ശത്രുക്കളെ ചെറുക്കേണ്ടതുമാകുന്നു. അന്യോന്യം ചർച്ചയിലൂടെയും ഉപദേശങ്ങളിലൂടെയും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുമാകുന്നു. നന്മയാണ് എല്ലാ തിന്മകൾക്കെതിരെയും ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉത്തമമായുധം. 44ാം ഖണ്ഡിക ഇപ്രകാരമാണ്: ഇസ്ലാമിന് നേരെ വരുന്ന ഏതൊരു ആക്രമണത്തെയും കരാറിൽ ഒപ്പുവെച്ചവർ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ സകലത്വങ്ങൾ ബോധപൂർവം ചെയ്യുന്നതായ കരാർ ലംഘനങ്ങളെ അത് ഗോത്രങ്ങളുടെ നിരപരാധികൾ ഉത്തരവാദികളായിരിക്കുന്നതല്ലെന്ന പരാമർശം മദീന ചാർട്ടറിനെ മനസ്സുള്ളതാക്കുന്നു. മദീന എന്ന രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ടും ഒപ്പുവെച്ച ഈ കരാറിന്റെ പച്ചയായ ലംഘനം മദീനയിലെ യഹൂദി ഗോത്രമായ ബനൂ ഖുറൈളയുടെ ഭാഗത്തു നിന്നുണ്ടായി. മദീനയെ ആക്രമിക്കാൻ ഹിജ്റയുടെ 5ാം വർഷം ശത്രുക്കൾ ഒരു സഖ്യസേനയായി വന്നു. അങ്ങനെ ഖന്തക് യുദ്ധത്തിന് വഴിയൊരുക്കി. അപ്പോൾ മദീനയിലെ യഹൂദി ഗോത്രമായ ബനൂ ഖുറൈള രാഷ്ട്രശത്രുക്കളെ സഹായിക്കുകയാണ് ചെയ്തത്. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവർക്ക് ആധുനിക ലോകത്തും വലിയ ശിക്ഷയാണല്ലോ. അതുകൊണ്ട് മദീന ഭരണകൂടം ബനൂ ഖുറൈളക്കെതിരെയും നടപടി സ്വീകരിച്ചു. മദീനയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നപരിഹാരവും സമവായവും സൃഷ്ടിക്കുക എന്നതായിരുന്നു മദീന ചാർട്ടറിന്റെ മുഖ്യ ഉദ്ദേശം. മദീനത്തും പരിസരങ്ങളിലും അധിവസിച്ചിരുന്ന 256ഓളം വരുന്ന സ്വതന്ത്ര പരമാധികാര യൂണിറ്റുകൾ ചേർന്ന് ഒരു ഏകീകൃത പരമാധികാര രാഷ്ട്ര രൂപീകരണത്തിന് വഴിയൊരുക്കി എന്നതാണ് മദീന ചാർട്ടറിന്റെ ആത്യന്തികമായ നേട്ടം. ക്രമസമാധാനം, സാംസ്കാരിക വളർച്ച, നാഗരിക വികാസം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദുർബലവിഭാഗങ്ങൾക്കിടയിലെ ശാക്തീകരണം തുടങ്ങിയതിന് കാരണമാവുകയും ചെയ്തു. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഈ കരാർ കൃത്യമായി പാലിക്കുന്ന നടപ്പിലാക്കുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ചു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വസ്തുതയാണ്. മറ്റൊരു സുപ്രധാന കരാറാണ് ഹുദൈബിയ സന്ധി. തീർച്ചയായും വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിനെക്കുറിച്ച് ഖുർആനിന്റെ പരാമർശം. ഹിജ്റയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ട മുസ്ലിങ്ങളെ മക്കക്കാർ തടയുകയുണ്ടായി. സ്വന്തം നാടും വീടും മുറ്റവരെയും അദമ്യമായി കാണാനുള്ള മോഹവും ഉംറ ലക്ഷ്യമിട്ടുകൊണ്ടുവന്നവരെയാണ് മക്കക്കാർ തടഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 3 ദൂതന്മാരെ വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുമായി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. പക്ഷെ അവർ അതിന് വഴങ്ങിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട് അവർ പറഞ്ഞു, മുഹമ്മദിന്റെ പേരിക്കലും ഈ മക്കയിൽ പ്രവേശിക്കുകയില്ല, പകരം ഉസ്മാനെ നിനക്ക് വേണമെങ്കിൽ ദുആ ചെയ്യാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്യുന്നില്ല എങ്കിൽ എനിക്കും ചെയ്യണമെന്നില്ല. തുടർന്ന് നടത്തിയ കരാറാണ് ഹുദൈബിയ സന്ധി. ഈ കരാറിന് വേണ്ടി വലിയ വിട്ടുവീഴ്ചകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. പല വ്യവസ്ഥകളും കണ്ട് സ്വഹാബത്ത് അസ്വസ്ഥരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു. കരാർ രേഖപ്പെടുത്താൻ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് സുഹൈൽ ബിൻ അംറിനെയും മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഒരു പ്രതിപക്ഷ പരിഗണന പോലും നൽകാത്ത ഖുറൈശികളുടെ ശൈലി സ്വീകരിച്ച ഖുറൈശികളുടെ നിബന്ധനകൾ സമാധാനത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു.
പ്രാരംഭ വചനമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്ന ഭേദഗതി മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയപ്പോൾ അവരത് അംഗീകരിച്ചു. പകരം മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നവർ മാറ്റി. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലെത്തിയാൽ അവരെ അപ്രകാരം തന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അപ്രകാരം തിരിച്ചയക്കുകയില്ല എന്ന ഖുറൈശികളെ ഏകപക്ഷീയമായ വ്യവസ്ഥ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അത്രമേൽ വിട്ടുവീഴ്ച ചെയ്താണ് ഈ കരാർ യാഥാർത്ഥ്യമാക്കിയത്. പക്ഷെ അവസാനം ഖുറൈശികൾക്ക് തന്നെ ഈ ചട്ടങ്ങൾ വിനയായി തീർന്നത് ചരിത്രത്തിന്റെ പരിണതി. മക്കയിൽ നിന്ന് പലരും മദീനയിൽ വന്ന് ഇസ്ലാം ആശ്രയിച്ചുവെങ്കിലും വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണമല്ലോ. അവർ അവിടെ തന്ത്രപൂർവ്വം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയെല്ലാം വിജയത്തിൽ കലാശിച്ചു. ഈ അവധാനതയാണ് വിശുദ്ധ വ്യക്തമായ വിജയമെന്ന് വിശേഷിപ്പിച്ചത്. കരാർ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പാലിച്ചു. കരാറിന്റെ മേൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അബൂജഹൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മഹാനവരുടെ കാലുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മഹാനവറുകളെ പിതാവ് ചങ്ങലയിൽ ബന്ധിച്ചതായിരുന്നു. തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് കാടും മേടും താണ്ടിയാണ് മഹാനവറുകൾ അവിടെ എത്തിയത്. ഉടനെ ഖുറൈശി പ്രതിനിധി സുഹൈൽ പറഞ്ഞു, മുഹമ്മദേ, നമ്മുടെ കരാർ അനുസരിച്ച് ആദ്യം വിട്ടുതരേണ്ടത് ഇയാളെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അതിനെ നാം കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലല്ലോ. അപ്പോൾ സുഹൈൽ പറഞ്ഞു, എന്നാൽ നമുക്കിടയിൽ ഒരു കരാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹൽ റളിയല്ലാഹു അൻഹു വിട്ടുതരാൻ പിതാവിനോട് പലതവണ പറഞ്ഞു നോക്കി. എന്നാൽ മഹാനുഭാവങ്ങളുടെ പിതാവ് അതിന് ചെവി കൊണ്ടില്ല. എന്തിനും സജ്ജരായി നിൽക്കുന്ന തന്റെ അനുയായികൾക്ക് മുമ്പിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു കരാർ സംബന്ധിച്ച ചർച്ച ആരംഭിച്ചു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറിനെ ലംഘിക്കാൻ തയ്യാറായി. അവിടുന്ന് അബൂജഹൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നാം കരാർ പാലിക്കുന്നവരാണ്, നിങ്ങളിപ്പോൾ തിരിച്ചു പോകണം. അല്ലാഹുവിനെ വേണ്ടി ക്ഷമിക്കുക, അവന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. നിശ്ചയം താങ്കൾക്ക് അല്ലാഹു രക്ഷാമാർഗം കാണിക്കുക തന്നെ ചെയ്യും. അബൂജഹൽ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചയച്ചതോടെ സ്വഹാബത്ത് ഒന്നടങ്കം ദുഃഖിച്ചു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാർ പാലനത്തിനാണ് മുഖ്യ കാണിച്ചത്. നാം ഏവരെയും കരാർ പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.